ഇഡിക്ക് സുപ്രീം കോടതിയുടെ രൂക്ഷ വിമർശനം. കോടതികളെ രാഷ്ട്രീയ പോരാട്ടങ്ങൾക്കായി ദുരുപയോഗം ചെയ്യരുതെന്ന് ഇഡിയോട് സുപ്രീം കോടതി. മൂടാഭൂമി തട്ടിപ്പ് കേസിൽ സിദ്ധരാമയ്യയുടെ ഭാര്യയ്ക്ക് നൽകിയ സമൻസ് ഹൈക്കോടതി റദ്ദാക്കിയിരുന്നു. ഇതിനെതിരെ ഇഡി നൽകിയ അപ്പീലിലാണ് സുപ്രീം കോടതിയുടെ രൂക്ഷ വിമർശനം. വിവരങ്ങളുമായി സ്വാതി തന്നെ ചേരുകയാണ്. സ്വാതി, സന്തോഷ്, യഥാർത്ഥത്തിൽ ഈ കേരളത്തിലെ കോൺഗ്രസ് ഇഡിക്കൊപ്പമാണെങ്കിൽ പോലും മറ്റ് സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് ഇഡിക്കെതിരെ ശക്തമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. ഇങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ കൂടി ഇന്ന് ഇഡിക്ക് തുടർച്ചയായി നേരത്തെയും കോടതിയിൽ നിന്ന് വിമർശനം ഉണ്ടായിട്ടുണ്ട്. ഇന്ന് ഉണ്ടായ വിമർശനങ്ങൾ എന്തൊക്കെയാണ് ഈ മൂടഭൂമി തട്ടിപ്പുമായി ബന്ധപ്പെട്ട്? ജിംഷാദ്, ഈ മൂടാഭൂമി തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട സിദ്ധാരാമയ്യയുടെ ഭാര്യയ്ക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട ഒരു സമൻസ് ഇഡി നൽകിയിരുന്നു. എന്നാൽ ഈ സമൻസ് റദ്ദാക്കുകയും ചെയ്തിട്ടുണ്ട് ഹൈക്കോടതി. കർണാടക ഹൈക്കോടതി ഈ സമൻസ് റദ്ദാക്കുകയും ചെയ്തു. ഇതിനെതിരെയാണ് ഇഡി സുപ്രീം കോടതിയെ സമീപിക്കുകയും ചെയ്തിട്ടുള്ളത്. ഈ കേസിലാണ് ഇപ്പോൾ ഇഡിയെ രൂക്ഷമായിട്ടുള്ള വിമർശനം സുപ്രീം കോടതി നടത്തിയിട്ടുള്ളത്. കോടതികളെ ഒരു രാഷ്ട്രീയ പോരാട്ടത്തിന്റെ വേദിയായി ഉപയോഗിക്കരുത് എന്നുള്ള രൂക്ഷ പരാമർശം ഈ കേസ് പരിഗണിക്കവേ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായിട്ടുള്ള ബെഞ്ച് ഈ വിഷയത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതിൽ പ്രത്യേകമായി കോടതി ചില നിരീക്ഷണങ്ങൾ കൂടി നടത്തുന്നുണ്ട്. നിരവധിയായിട്ടുള്ള സംഭവങ്ങൾ ഇതുപോലെ ഇഡിക്കെതിരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പല ഘട്ടങ്ങളിലും പല കേസുകൾ പരിശോധിക്കുമ്പോഴും ഇത്തരത്തിൽ രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമായി കൊണ്ട് കോടതിയെ അടക്കം ദുരുപയോഗം ചെയ്യുന്ന നടപടിയിലേക്ക് ഇഡി പോകുന്നത് ഇതാദ്യമായല്ല. നിരവധി കേസുകളിൽ തങ്ങൾ അത് കണ്ടിട്ടുള്ളതാണ്. ദയവായി തങ്ങളെ കൊണ്ട് വാ തുറപ്പിക്കരുത്, അല്ലാത്ത പക്ഷം ഇഡിയെ കുറിച്ച് കടുത്ത വിമർശനങ്ങൾ കോടതിക്ക് നടത്തേണ്ടി വരുമെന്നും ഇഡിയുടെ ഇത്തരം അതിക്രമങ്ങൾ രാജ്യത്തുടനീളം വ്യാപിപ്പിക്കരുതും എന്നുള്ളതാണ് സുപ്രീം കോടതി ഇപ്പോൾ രൂക്ഷ വിമർശനമായി ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. ഈ രാഷ്ട്രീയ പോരാട്ടങ്ങൾ തെരഞ്ഞെടുപ്പിലൂടെയാണ് നടത്തേണ്ടത്, അത് ജനങ്ങൾക്ക് മുമ്പിൽ നിങ്ങൾ നടത്തിക്കൊള്ളൂ, കോടതിയെ ഇത്തരം വേദിയായി മാറ്റരുത് എന്നുള്ള പരാമർശം ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. നിരവധി ഹൈക്കോടതികൾ വ്യക്തമായ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ ഉത്തരവൊക്കെയും റദ്ദാക്കുന്ന ഘട്ടത്തിൽ നിരവധിയായിട്ടുള്ള അപ്പീലുകൾ ഇതിനെതിരെ ഇഡി സമർപ്പിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടാണ് ഇത്തരം അപ്പീലുകൾ സമർപ്പിക്കുന്നത് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു ഈ ഒരു വലിയ വിമർശനം സുപ്രീം കോടതി നടത്തിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ മദ്രാസ് ഹൈക്കോടതിയും ഇന്ന് തന്നെ ഈ ഇഡിയുമായി ബന്ധപ്പെട്ട മറ്റൊരു കേസിൽ വാദം കേൾക്കുന്നതിനിടെ ഇഡി എന്ന് പറയുന്നത് ഒരു സൂപ്പർ പോലീസ് അല്ല എന്ന് മദ്രാസ് ഹൈക്കോടതിയും രൂക്ഷ വിമർശനം നടത്തിയിട്ടുണ്ട്. തോന്നും പോലെ ആക്രമിക്കാൻ ഇതൊരു ഡ്രോൺ ആണോ എന്നുള്ള ചോദ്യമാണ് ഇഡിയോട് മദ്രാസ് ഹൈക്കോടതി ചോദിച്ചിട്ടുള്ളത്. ഈ RKM പവർജൻ കമ്പനിയുടെ ഹർജിയിൽ വാദം കേൾക്കവെയാണ് ഇത്തരത്തിലൊരു നിരീക്ഷണം നടത്തിയിട്ടുള്ളത്. കമ്പനിയുടെ 901 കോടി ഇഡി മരവിപ്പിച്ചിരുന്നു. ഈ നടപടി റദ്ദാക്കിക്കൊണ്ടായിരുന്നു മദ്രാസ് ഹൈക്കോടതിയുടെയും രൂക്ഷ വിമർശനം. ജിംഷാദ്. ശരി, സ്വാതി സന്തോഷാണ് വിവരങ്ങൾ, വിശദാംശങ്ങൾ നൽകിയത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെതിരെ വീണ്ടും കോടതിയുടെ രൂക്ഷ വിമർശനം.